2026 നോമ്പുകാല ചിന്തകളുടെ 30-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താ വിഷയം ഒരു ചോദ്യമാണ്. നോമ്പിൽ സാത്താൻ എന്താണ് കാര്യം? വാട്ട് ഹാസ് സൈറ്റൻ ടു ഡു വിത്ത് ലെൻറ്റ്? നിങ്ങൾ ആരെങ്കിലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നും അറിയില്ല. ഞാനും ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായിട്ടില്ല എന്നും കൂടെ ഈ സമയത്ത് സത്യസന്ധമായി ഒരു കുറ്റസമ്മതം നടത്തിക്കൊള്ളട്ടെ. ലെൻറ്റിൽ സാത്താൻ എന്താണ് കാര്യം? ഇതാണ് നമ്മുടെ ചിന്താ വിഷയം. നമുക്ക് മുൻപോട്ട് പോകാം. ഈ ഒരു ചിന്ത വളരെ കേന്ദ്രീകരിച്ച് സമയം ലാഭിച്ച് മുൻപോട്ട് കൊണ്ടുപോകേണ്ടതിന് നോട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അത് മാത്രം ശ്രദ്ധ വെച്ച് നമുക്ക് മുൻപോട്ട് പോകും. എൻ്റെ ചിന്തയിൽ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, യേശുവിൻ്റെ മണലാരണ്യ അനുഭവം സാധ്യമാക്കിയത് സാത്താനും പരിശുദ്ധാത്മാവും കൂടെ ചേർന്നാണ്. അവരുടെ ഒരു പങ്കാളിത്തത്തിലാണ്, അവർ പരസ്പരം സഹകരിച്ചിട്ടാണ് ഇപ്രകാരമുള്ള ഒരവസ്ഥയിൽ യേശു ആകാനിടയായത്, അല്ലെങ്കിൽ ഈ ഒരു അനുഭവം പ്രാപിപ്പാനിടയായത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, ദി മോസ്റ്റ് astonishing thing about the wilderness experience of Jesus is a collaboration between the Holy Spirit and Satan. മത്തായിയുടെ സുവിശേഷം വളരെ കൃത്യമായി പറയുന്നത്, സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി എന്നാണ്. എൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് പറയുന്നത്, he was driven by the Holy Spirit to the wilderness, there to be tempted by Satan. അപ്പോൾ വളരെ കൃത്യമാണ്, യാതൊരു സംശയം ആ കാര്യത്തിലില്ല. പരിശുദ്ധാത്മാവും സാത്താനും കൂടെ സഹകരിച്ച് സൃഷ്ടിച്ച ഒരു അനുഭവമാണ് ഈ നോമ്പ് എന്നുള്ളത്, അല്ലെങ്കിൽ യേശുവിൻ്റെ മണലാരണ്യ അനുഭവം. അതിൻ്റെ ഓർമ്മ പുതുക്കലായിട്ടാണല്ലോ നാം നോമ്പ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്. അപ്പം ഇത് വ്യക്തമായി ധരിക്കും. അതുകൊണ്ട് ഈ ഒരു മർമ്മം, ഈ ഒരു പാറ്റേൺ, അതിൻ്റെ അർത്ഥം എന്താണ് എന്നറിയേണ്ട ഒരത്യാവശ്യം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു കടങ്കഥ പോലെയാണ്, ഒരു റിഡില് പോലെയാണ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് പാറ്റേൺ? അതായത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് യേശു മരുഭൂമിയിൽ എത്തുകയും അവിടെ സാത്താനാൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ആ ഒരു മർമ്മം, ആ ഒരു പാറ്റേൺ, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് നോമ്പുകാല അനുഭവത്തോട് വളരെ ബന്ധമുള്ളതായതുകൊണ്ട് ഈ തരുണത്തിൽ പ്രത്യേകം പ്രസക്തമാണ്. ഇത് മനസ്സിലാക്കുന്നതിന് ഒരു ആശയം ആവശ്യമാണ്. അതായത് മനുഷ്യ അവസ്ഥയിൽ, ഇഹലോകത്തിൽ മനുഷ്യൻ്റെ അവസ്ഥയിൽ, ദ ഹ്യൂമൻ കണ്ടീഷൻ, മനുഷ്യനായിരിക്കുന്ന അവസ്ഥയിൽ രണ്ട് വിവിധമായ ദിശയിലേക്കുള്ള വടംവലി മനുഷ്യൻ അനുഭവിക്കും. Two pulls in the opposite direction. ഒന്ന്, ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അങ്ങനെ തുടർന്നു പോവുക, ടു ബി സ്റ്റക്ക് വിത്ത് ദ സ്റ്റേറ്റസ് കോ. ഇതുവരെ വന്നു, ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിലെത്തി, ഇത് പൂർണ്ണമാണ്, ഇതിനപ്പുറത്തൊന്നുമില്ല, ഇവിടെ തന്നെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നതാണ് നല്ലത്. അതാണ് ടു ബി സ്റ്റക്ക് വിത്ത് ദ സ്റ്റേറ്റസ് കോ. ഇതിന് വ്യത്യസ്തമായ കാര്യമാണ്, അല്ല, ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ വലിയ അപാകതകളുണ്ട്, അപര്യാപ്തകളുണ്ട്, അതുകൊണ്ട് മുൻപോട്ട് പോകണം, പൂർണ്ണത, സൽഗുണ പൂർണ്ണതയിലേക്ക് മുന്നേറാൻ നമുക്ക് ആവശ്യമുണ്ട്, ടു പ്രോഗ്രസ് ടുവേർഡ്സ് പെർഫെക്ഷൻ. തീർച്ചയായും യേശു രണ്ടാമത്തെ കാഴ്ചപ്പാടാണ് അവലംബിച്ചിരുന്നത് എന്ന് സുവിശേഷത്തോട് പരിചയമുള്ളവരും പെട്ടെന്ന് തിരിച്ചറിയുന്നതാണ്. തൻ്റെ ശിഷ്യന്മാരോട് യേശു കൃത്യമായി പറഞ്ഞത്, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ, സീക്ക് പെർഫെക്ഷൻ. മത്തായിയുടെ സുവിശേഷം 5-ാം 48 അപ്പോൾ അതുകൊണ്ട് മതത്തിൽ എപ്പോഴും ഈ രണ്ട് വലിയ വടംവലികൾ നടന്നുകൊണ്ടേയിരിക്കും.
ഒന്ന്, പണ്ട് ആളുകൾ അറിഞ്ഞതും അനുഭവിച്ചതും ക്രോഡീകരിച്ച് സൃഷ്ടിച്ചിരിക്കുന്ന നമ്മുടെ പാരമ്പര്യം അതുപോലെ നിലനിർത്തുക. അതാണ് സ്റ്റേറ്റസ് കോ. ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ അതുപോലെ തുടരുക. തന്നെ യാതൊരു മാറ്റവും വരരുത്. ഇടത്തോട്ട് വലത്തോട്ട് നോക്കരുത്. വള്ളിയോ പുള്ളിയോ മാറ്റരുത്. എന്നാൽ അതല്ല, മുൻപോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഈ രണ്ട് തികച്ചും വ്യത്യസ്തമായ ദിശകളിലേക്കുള്ള വടംവലിയിൽ മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് മതത്തിൽ ഉള്ളത് എന്നത് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. എന്നാൽ പാരമ്പര്യത്തിൽ കൂടുതൽ ആശ്രയിക്കുമ്പോൾ മനുഷ്യൻ പുതുതായ അറിവുകളോടും വെളിപ്പെടുത്തലുകളോടും ഭയം അനുഭവിക്കാനിടയുണ്ട്. വി ഫിയർ വാട്ട് വി ആർ യെറ്റ് ടു നോ. അപ്പൊ അതുകൊണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ പിടിച്ചിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അവിടെ ആയിരിക്കുന്ന അവസ്ഥയിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും. കാരണം നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ അപാകതകളുണ്ട്, അപകടങ്ങളുണ്ട്. അതിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് വിട്ടുമാറണം. പക്ഷെ അതും മനസ്സില്ല. അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വീഴ്ചകളും താഴ്ചകളും ഒക്കെ അതിൻ്റെ വേദനയോ അല്ലെങ്കിൽ പ്രയാസമോ അല്പം ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയാണ് നാം കുംഭസാരം എന്ന് പറയുന്ന പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തുടർച്ചയായി കുംഭസാരിക്കണം. കാരണം ഈ ആഴ്ച ചെയ്തത് അടുത്ത ആഴ്ചയും ആവർത്തിക്കും. കാരണം സൽഗുണപൂർണ്ണത പ്രാപിപ്പാൻ നമുക്ക് താല്പര്യമില്ല. പണ്ടത്തെ കാലത്തെ കാര്യങ്ങൾ അതുപോലെ അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച തെറ്റുകൾ, പാളിച്ചുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നത് യുക്തിയാണ്. അതിന് ഒരു ചെറിയൊരു പൊടിക്കൈ എന്ന വിധത്തിലാണ് കുംഭസാരം ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുറയ്ക്ക് പോയി കുംഭസാരിച്ചോണോ എന്ന് യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒന്നിൽ സൽഗുണപൂർണ്ണത പ്രാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മുൻപോട്ട് പോവുക, അല്ലെങ്കിൽ ഇരുന്നിടത്തിരുന്നോട് കുംഭസാരിക്കുക. ഈ രണ്ട് മാർഗമാണ്, രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഇതിലേതാണ് നല്ലത് എന്ന് നാം ചിന്തിക്കണം. ഏതിനെയാണ് യേശു അഭികാമ്യമെന്ന് ധരിച്ചിരുന്നത് എന്നത് വേദപുസ്തകത്തോട് പരിചയമുള്ളവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് നാം നിരന്തരം തുടർച്ചയായി കുംഭസാരിക്കേണ്ടതിന് നാം പാപികളായിരിക്കണം. പാപം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ കുംഭസാരിക്കാനുള്ളൂ. ഇപ്പം മനുഷ്യൻ വാസ്തവത്തിൽ മതത്തിന് വേണ്ടി ആണ് ജീവിക്കേണ്ടത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. നിങ്ങൾ തീർച്ചയായും കുംഭസാരിക്കണമെങ്കിൽ പാപം ചെയ്യണം. പാപം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കുംഭസാരിക്കണം. ഇങ്ങനെയുള്ള പഠിപ്പീര് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു സഭയിലും നിങ്ങൾ സൽഗുണപൂർണ്ണരാകണം എന്ന നിർബന്ധമില്ല. അതിന് തക്കതായ പഠിപ്പീരോ പരിശീലനമില്ല എന്നത് തിരിച്ചറിയുക. കുംഭസാരിക്കണം. ആണ്ട് കുംഭസാരവും പിന്നെ ഉക്കുമെങ്കിൽ ആഴ്ച കുംഭസാരവും സമയമുള്ളപ്പോഴൊക്കെ കുംഭസാരിക്കുക. മുൻപോട്ട് പോകരുത്, ഇരുന്നുകൊണ്ട് കുംഭസാരിക്കുക. ഇന്ന ഒരവസ്ഥയാണ് എന്ന് ദയവായി മനസ്സിലാക്കുക. അപ്പോൾ ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട മർമ്മം, സാത്താൻ എന്നാൽ നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയാണ് ഏറ്റവും അഗ്രമായ, അതിനപ്പുറത്തൊന്നുമില്ല. ഇവിടെ എഴുതിയിരിക്കുന്ന ആബ്സല്യൂട്ടൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റസ് കോ. നമ്മുടെ പാരമ്പര്യമാണ് നമ്മുടെ ദൈവം എന്ന ചിന്തയുടെ കേന്ദ്ര ബിന്ദുവാണ് സാത്താൻ. പാരമ്പര്യത്തിൻ്റെ ദൈവമാണ് സാത്താൻ എന്നതാണ് ഇന്നത്തെ സത്യം. അത് കുറച്ചുകൂടെ മനസ്സിലാക്കണമെങ്കിൽ യേശുവിനെ കൊന്നത് പാരമ്പര്യത്തിൻ്റെ സംരക്ഷകരായിരുന്നു. ഓർത്തഡോക്സി കിൽഡ് ജീസസ് എന്നാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതായത് പാരമ്പര്യത്തിൻ്റെ സംരക്ഷകരാണ് യേശുവിനെ കൊന്നത് എന്നതിനെപ്പറ്റി രണ്ടഭിപ്രായം ഉണ്ടാകുവാൻ സാധ്യമല്ല. പാരമ്പര്യത്തെ സംരക്ഷിക്കുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടെയാണ് യേശുവിനെ കൊന്നത്. അതുകൊണ്ട് അത് പൈശാചികമാണ് എന്ന ഒരു നിഗമനത്തിലെത്താൻ എനിക്ക് യാതൊരു മടിയുമില്ല, യാതൊരു പ്രയാസവുമില്ല. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂദാസിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ യഹൂദ മതപുരോഹിതന്മാരുമായി ചങ്ങാത്തം പിടിച്ചപ്പോഴാണ് സാത്താൻ അവനെ ആഹരിച്ചു കളഞ്ഞത് എന്ന് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അവൻ യേശുവിനോടുകൂടെ അന്ത്യ-അത്താഴം കഴിഞ്ഞ ശേഷം അവൻ മഹാപുരോഹിതൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് ഇരുട്ട് അവനെ വിഴുങ്ങിക്കളഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലരും ഇത്
ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ദയവായി തിരിച്ചറിയുക. പാരമ്പര്യത്തെ എവിടെയൊക്കെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നു അവിടെയൊക്കെ നടക്കുന്നത് സാത്താൻ്റെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നതെല്ലാം. അവിടുത്തെ യഥാർത്ഥത്തിലുള്ള മേലധികാരി സാത്താൻ തന്നെയാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ രണ്ടാമത്തെ പരീക്ഷ യെരൂശലേം ദേവാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തുന്നതും ദേവാലയത്തിൽ എവിടെയും യഥേഷ്ടം കറങ്ങിത്തിരിഞ്ഞ് നടക്കാൻ, അതിൻ്റെ മേൽക്കൂരയിൽ കയറുവാൻ സാത്താന് പൂർണ്ണ അധികാരമുള്ളതും ആ അധികാരത്തെ ആരും ചോദിക്കാത്തതും, യേശുവിനെ കയറ്റാത്തിടത്ത് സാത്താനെ കയറ്റും, സാത്താന് കയറാനുള്ള അവകാശമുണ്ട്. അത് ലൗദോക്യ സഭയിലാണെങ്കിലും യെരൂശലേം ദേവാലയത്തിലാണെങ്കിലും അപ്രകാരം തന്നെ ആയിരിക്കും. ആ ഒരു മർമ്മത്തിൽ ഇന്നും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. ദയവായി മനസ്സിലാകുക. അപ്പോൾ ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥയിൽ തന്നെ പറഞ്ഞാൽ നമുക്കൊരു ഓർത്തഡോക്സ് സഭയുണ്ട്. ആ സഭയിൽ പാരമ്പര്യത്തിൻ്റെ വിളിയാണോ അതോ യേശുവിൻ്റെ വിളിയാണോ കൂടുതൽ പ്രാബല്യത്തിൽ വരുന്നത്? ഓർത്തഡോക്സ് സഭയുടെ താല്പര്യമാണോ യേശുവിൻ്റെ താല്പര്യങ്ങളാണോ മുൻഗണന അർഹിക്കുന്നത്? അതിൻ്റെ ഉത്തരം അടുത്ത കാലത്ത് നമുക്ക് ലഭിച്ചതാണ്. ഒരു തിരുമേനിയെ മുടക്ക് വരെ ചെയ്തു. യേശു പറഞ്ഞ കാര്യങ്ങളും കൂടെ സഭ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം അദ്ദേഹത്തെ അടിച്ചു വെളിയിൽ കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ കൃത്യമായ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പാരമ്പര്യത്തിൻ്റെ അധികാരം മാത്രം സ്വീകരിക്കുകയും യേശുവിൻ്റെ അധികാരത്തെ തള്ളിക്കളയുകയും ചെയ്തൊരവസ്ഥയിലാണ്. മിക്കവാറും എല്ലാ സഭകളും അങ്ങനെ തന്നെയാണ്. ഓരോ സഭയ്ക്കും അതിൻ്റെതായ പാരമ്പര്യങ്ങളും അതിൻ്റെ ചട്ടങ്ങളും മുറകളും മാത്രമാണ് പ്രാധാന്യം. ദൈവഹിതം എന്തെന്ന് ആരാഞ്ഞറിഞ്ഞതനുസരിച്ച് സഭ പ്രവർത്തനത്തെയും സമീപനങ്ങളെയും പ്രതികരണ രീതികളെയും നിശ്ചയിക്കുന്ന ഒരു സ്വഭാവവും ഒരു താരിഫും ഒരച്ചടക്കവുമുള്ള ഒരു സഭയും ഇന്ന് കേരളത്തിൻ്റെ മണ്ണിലില്ല, ഭാരതത്തിലില്ല, മറ്റുള്ള രാജ്യങ്ങളിലുമില്ല എന്നതാണ് എനിക്ക് ആധികാരികമായി സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ ഇതുവരെ നാം കണ്ടത് രണ്ട് വ്യത്യസ്തമായ താല്പര്യങ്ങൾ. ഒന്ന്, ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ അതുപോലെ പാരമ്പര്യത്തെ അള്ളിപ്പിടിച്ച് കഴിയുക, അതാണ് ഓർത്തഡോക്സി ആസ് ദി ഐഡൽ എന്ന് ഞാൻ പറയുന്നത്. ഓർത്തഡോക്സി നമ്മുടെ ബിംബം, ആ ബിംബത്തെയാണ് നാം ആരാധിക്കുന്നത്. ഓരോ സഭയ്ക്കും അതിൻ്റെതായ ഓർത്തഡോക്സി ഉണ്ട്, അതിൻ്റെതായ പാരമ്പര്യമുണ്ട്, നാം അതിനെയാണ് ആരാധിക്കുന്നത്. ഇപ്പോൾ സീറോ നമ്മുടെ മലബാർ സഭയിൽ നടക്കുന്ന കിഴക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ എന്ന ഗുസ്തിയും ഈ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ്. എന്നാൽ അതേസമയം തന്നെ മുൻപോട്ട് പോകണം, നിങ്ങൾ സൽഗുണപൂർണ്ണത പ്രാപിക്കേണ്ടതിന് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ മുൻപോട്ട് പോകണമെന്ന് പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കാനുള്ളൊരു സാധ്യത, ഇപ്പോഴുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി എന്തും സ്വീകരിച്ചാൽ അത് നല്ലതാണോ? ഒരിക്കലുമല്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് ചേഞ്ച് ഫോർ ദ സേക്ക് ഓഫ് ചേഞ്ച് ഈസ് നോട്ട് സ്പിരിച്വൽ, അതിൻ്റെ ഫാഷൻ എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ മെയിൻ ലൈൻ ചർച്ചസിൽ നിന്ന് പ്രത്യേകിച്ച് യുവാക്കന്മാർ ന്യൂ ഏജ് ചർച്ചസിലേക്ക് പോകും. അവിടെ പാട്ടുണ്ട്, അവിടെ നല്ല ഡാൻസ് ചെയ്ത് പാട്ട് പാടാം, കൈകൊട്ടിപ്പാടാം, തുള്ളിപ്പാടാം, പിന്നെ ആധുനിക സ്റ്റൈലുണ്ട്. അതിലൊന്നും എന്തെങ്കിലും ആത്മീയതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് ചേഞ്ച് ഫോർ ദ സേക്ക് ഓഫ് ചേഞ്ച് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. യഥാർത്ഥത്തിൽ ആത്മീയമായ അർത്ഥമുള്ള മാറ്റം എന്താണ്? നമുക്ക് വിടുതൽ പ്രാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ. ചേഞ്ച് ആസ് ലിബറേഷൻ. യേശു പറഞ്ഞു, ഞാൻ ബദ്ധിതരെ വിടുവിക്കാൻ വന്നതാണ്. മനുഷ്യരുടെ ജീവിത അവസ്ഥയിൽ അവർക്ക് അടിസ്ഥാനപരമായ വിടുതൽ നൽകുന്ന ആ അവസ്ഥയിലേക്കുള്ള മാറ്റത്തെയാണ് ഈ പുരോഗതി അല്ലെങ്കിൽ വിടുതൽ ഉൾക്കൊള്ളുന്ന പുരോഗതിയായി അല്ലെങ്കിൽ സൽഗുണപൂർണ്ണതയിലേക്കുള്ള തീർത്ഥയാത്രയായി നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ മനുഷ്യരാശിക്ക് ആകമാനം അർത്ഥവത്തായി തീരും. അത് ചില സഭാവിഭാഗക്കാർക്കോ കൂട്ടർക്കോ മാത്രമല്ല, മനുഷ്യനാണോ ആ കൂട്ടത്തിൽപ്പെട്ട എല്ലാവർക്കും അപ്രകാരമുള്ള മാറ്റങ്ങൾ, പുരോഗതികൾ അർത്ഥവത്തായി തീരും. അതായിരിക്കണം അങ്ങനെയുള്ള മാറ്റങ്ങളുടെ മാറ്റളക്കുന്ന മാനദണ്ഡം എന്ന ഹ്രസ്വമായ തലത്തിൽ നിന്ന് സൂചിപ്പിക്കാം. അപ്പോൾ സങ്കുചിതമായതും പരോക്ഷ്യലുമായിട്ടുള്ള ഒന്നും തന്നെ ഈ
ഗണത്തിൽപ്പെടുത്താവുന്നതല്ല. പരിശുദ്ധാത്മാവ് യേശു വ്യക്തമായി പഠിപ്പിച്ചതുപോലെ സർവലൗകികമായി പ്രവർത്തിക്കുന്ന മർമ്മമാണ്. അത് ആരുടെയും ചൊൽപ്പടിയിൽ നിൽക്കുന്നതല്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യത്തിൽ യേശു വ്യക്തമായി പറയുന്നുണ്ട്. സാത്താനോ എല്ലാറ്റിനെയും കീറി മുറിച്ച് കഷണങ്ങളുടെ ദൈവമായി സ്ഥിതി ചെയ്യുന്ന മർമ്മമാണ് എന്ന് അതേ സുവിശേഷത്തിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് യേശു പറയുന്നുണ്ട്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായിട്ടാണ് കള്ളൻ വരുന്നത്. എന്തിനേയും കീറി മുറിച്ച് കഷണത്തിന്റെ ദൈവമായി പരിവർത്തിക്കുക, അതുമൂലം ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ശിഥിലീകരിക്കുക. ഇപ്രകാരമുള്ള മർമ്മത്തിന്റെ പേരാണ് പൈശാചികം എന്ന് ദയവായി തിരിച്ചറിയുക. അപ്പം അതുകൊണ്ട് നാം ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ, ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല എങ്കിലും ഞാൻ പ്രത്യേകമായി എടുത്ത് പറയുകയാണ്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ നിർദ്ദേശം, നിങ്ങൾ സൽഗുണപൂർണ്ണരാകുവിൻ, സീക്ക് പെർഫെക്ഷൻ, അത് നല്ലതാണ്, അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണെന്നൊക്കെ പറയും. പക്ഷേ നാം അതിനെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. എങ്ങനെ തെറ്റിദ്ധരിക്കും? വി മിസ്റ്റേക്ക് ഇറ്റ് ആസ് പെർഫെക്ഷൻ ഓഫ് ദ സ്റ്റേറ്റസ് കോ. നമ്മൾ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയുടെ പൂർണ്ണത എങ്ങനെ പ്രാപിക്കാൻ കഴിയും? അതായത് ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയുടെ, യാക്കോബ സഭയുടെ, മാർത്തോമാ സഭയുടെ അല്ലെങ്കിൽ പെന്തക്കോസ്തിൻ്റെ പൂർണ്ണത എങ്ങനെ പ്രാപിക്കാൻ കഴിയും എന്നല്ലാതെ ഇതിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന വിശാലമായ ലോകത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന, നിലനിർത്തുകയും ചെയ്യുന്ന ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞതിന് അനുസരിച്ച് പ്രവർത്തിച്ച് ദൈവഹിതം ഈ ലോകത്തിൽ പൂർത്തീകരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഒന്ന് മാറുവാൻ, ഒന്ന് മുന്നേറുവാൻ ആളുകൾ കൂട്ടാക്കാറില്ല. അതുകൊണ്ടാണ് ഈ ഒരു കാഴ്ചപ്പാടിനെ പരാമർശിച്ചാണ് ഉത്താന സുവിശേഷം 5-ാം അധ്യായത്തിലെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ യേശു പറയുന്നു, ഞാൻ നീക്കുവാനല്ല നിവർത്തിക്കുവാനാണ് വന്നത്. നിങ്ങൾ അറിഞ്ഞ കാര്യത്തിനപ്പുറത്ത്, നിങ്ങൾ അറിഞ്ഞതിൽ തന്നെ നിങ്ങൾ അറിയുന്നതിൻ്റെ അപ്പുറത്ത് ഉള്ള വലിയ കാര്യങ്ങളുണ്ട്. നിങ്ങൾ അറിയേണ്ടതിൻ്റെ ഒരു മുറിയിൽ മാത്രം തങ്ങി നിൽക്കുന്നു. അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നീതി പാലിക്കാൻ സാധ്യമാകുകയുള്ളൂ. നിങ്ങൾ നരവുകളെ പോലെയാണ്. അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും പൂർണ്ണത പ്രാപിപ്പാൻ നിങ്ങൾക്ക് ഇടയാകണം എന്ന് യേശു ഇവിടെ വ്യക്തമായി പറയുകയാണ്. അപ്പോൾ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയുടെ പൂർണ്ണതയല്ല, പിന്നെയോ ഇനിയും വെളിപ്പെടുത്താനല്ല, എല്ലാ സത്യത്തിൻ്റെയും പൂർണ്ണത വെളിപ്പെടുത്തുക എന്നത് ദൈവഹിതമാണ് എന്ന് യേശു യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. എന്നാൽ അത് സ്വീകാര്യമല്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ ആരാണ്ടൊക്കെ പറഞ്ഞു കേട്ട കാര്യങ്ങളുടെ സമാഹാരമായ നമ്മുടെ സഭയുടെ പാരമ്പര്യത്തെ എങ്ങനെ വാട്ടവും കോട്ടവും ഇല്ലാതെ കാത്തു സംരക്ഷിക്കാം എന്നതിനപ്പുറത്ത് ആത്മീകമായ ഒരു അന്വേഷണ ബുദ്ധി ആരെങ്കിലും കാണിച്ചാൽ അവൻ ദൈവദൂഷണം ചെയ്യുന്നവനാണ്, അവൻ സഭയുടെ ശത്രുവാണ് എന്ന് മാത്രമല്ല ക്രിസ്തു മതത്തിൻ്റെ ശത്രുവാണ് എന്ന് പറഞ്ഞ് കഴിയുമെങ്കിൽ അങ്ങനെയുള്ളവരെ ഇല്ലാതാക്കാൻ മാത്രമേ സംഘടിതമായ സഭകൾ ശ്രമിക്കുകയുള്ളൂ. അന്ന് യഹൂദ മതം കാണിച്ചത് ഇന്ന് ക്രിസ്തീയ സഭകളും അത് തന്നെ കാണിക്കും എന്ന അനുഭവത്തിൽ കൂടെ എനിക്ക് സാക്ഷീകരിക്കാൻ സാധിക്കും. യേശുവിനെ വിചാരണ ചെയ്യുമ്പോൾ അവനെതിരെ അന്നത്തെ മത നേതാക്കന്മാർ ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം എന്തായിരുന്നു? അവൻ ദൈവദൂഷണം പറഞ്ഞു. അപ്പൊ ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. ഞങ്ങളറിയാത്ത ദൈവരാജ്യം അവൻ എവിടെ നിന്ന് കൊണ്ടുവന്നു? ഞാനും പിതാവ് ഒന്നാണെന്ന് പറഞ്ഞു. ഞങ്ങളറിയാത്ത പിതാവിനെ അറിയാൻ അവൻ എന്താണ് അവകാശം? അവൻ ദൈവദൂഷണം പറയുന്നവനാണ്. കൊന്നുകളക, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ എന്ന് ജനങ്ങളെ കൊണ്ട് അട്ടഹസിപ്പിക്കാൻ തക്കവണ്ണം അന്നത്തെ പുരോഹിത വർഗം കൂട്ടാക്കി എന്ന് പറയുമ്പോൾ അത് പുരോഹിത വർഗത്തിന്റെ നിലപാട് അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും ഇപ്രകാരം തന്നെ ആയിരിക്കും എന്നതിൻ്റെ അസന്നിഗ്ധമായ അടയാളപ്പെടുത്തലാണ് എന്ന് നാം തിരിച്ചറിയണം. എന്നാൽ ഈ അന്വേഷണത്തിൽ മറ്റൊരു സാധ്യതയുണ്ട്. മനുഷ്യത്വത്തിന്റെ പൂർണ്ണത, പെർഫെക്ഷൻ ഓഫ് ദ ഹ്യൂമൻ, അതിൻ്റെ അടയാളപ്പെടുത്തലായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി എന്ന ദർശനം വെളിപ്പെട്ട് വരുന്നത്. അതുവരെയുള്ള അന്വേഷണം എന്താണ്? എൻ്റെ പാരമ്പര്യത്തിൻ്റെ മാഹാത്മ്യം, അതിൻ്റെ വലിപ്പം,
എത്ര വലുതാണ് എന്ന് ഞാൻ അറിയണം, മറ്റുള്ളവർ അറിയണം. എന്നാൽ ആത്മീയമായ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അതല്ല, പിന്നെയോ ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി കണ്ടാലും ഞാൻ സകലവും പുതുതാക്കും എന്ന ദൈവികമായ ലക്ഷ്യത്തെ അറിയുകയും മാനിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയമായ ചോരത്തിളപ്പുള്ള അനുഭവം. അതിൻ്റെ പേരാണ് വിശ്വാസ ജീവിതം എന്നുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥ, അതായത് സീക്കിംഗ് പെർഫെക്ഷൻ ഓഫ് ദ ഹ്യൂമൻ, മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയെ അന്വേഷിക്കുന്ന അവസ്ഥയുടെ ഏറ്റവും മുഖ്യമായ ഘടകമാണ് പാരസ്പര്യത എന്നുള്ളത്. പാരസ്പര്യം, എ പ്രാക്ടിക്കൽ ആസ്പെക്ട് ഓഫ് ദിസ് പെർഫെക്ഷൻ ഈസ് മ്യൂച്വാലിറ്റി. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നു, നിങ്ങൾ അവർക്കും ചെയ്യുകയും. അതാണ് പാരസ്പര്യത എന്ന് പറയുന്നത്, മ്യൂച്വാലിറ്റി എന്ന് പറയുന്നത്. മനുഷ്യന്റെ സ്വഭാവം എന്താണ്? എനിക്ക് താല്പര്യമുള്ളത് മറ്റുള്ളവർ ചെയ്യണം, അവർക്ക് ആവശ്യമുള്ളത് ചെയ്യാൻ എനിക്ക് മനസ്സില്ല. എന്നെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കാൻ എനിക്ക് മനസ്സില്ല. എന്നെ എല്ലാവരും കരുതണം, മറ്റുള്ളവരെ കരുതാൻ എനിക്ക് സമയമില്ല. ഇതാണ് ഏകപക്ഷീയത എന്ന് പറയുന്നത്. മനുഷ്യത്വത്തിൻ്റെ അപൂർണത ഏകപക്ഷീയതയാണ്. മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയുടെ മർമ്മം പാരസ്പര്യതയാണ്. പാരസ്പര്യം, മ്യൂച്വാലിറ്റി, റെസിപ്രോസിറ്റി എന്ന് പറയും. അപ്പോൾ അത് ഏറ്റവും മഹനീയമായ യേശു അവതരിപ്പിക്കുന്ന നമുക്കറിയാം. ഒന്നാം സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലാണ്. The Gospel of John chapter 15 verse 4 നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അതാണ് പാരസ്പര്യത. അങ്ങോട്ടും ഇങ്ങോട്ടും, ഹിന്ദിയിൽ ആദാൻ പ്രദാൻ എന്ന് പറയും, കൊടുക്കൽ വാങ്ങൽ, അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ ഏകപക്ഷീയമായി മാത്രം പ്രവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. കാരണം ചെറുപ്പം മുതലേ നമുക്ക് ലഭിച്ച പരിശീലനം അപ്രകാരം തന്നെയാണ്. ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളോട് മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ പരിചയമുള്ള. ലോകം പ്രവർത്തിക്കുന്ന മർമ്മം അപ്രകാരം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് യേശുവിൽ വസിക്കാം ഒരു വിശ്വാസി എന്ന നിലയിൽ. പക്ഷെ യേശു നമ്മളിൽ വസിക്കുന്നത് വഹിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. അതേസമയം യേശു ഞങ്ങളിൽ വസിക്കുന്നു എന്ന് സഭകൾ പറയും. പക്ഷെ സഭയ്ക്കുള്ളിൽ യേശു വസിക്കാൻ സമ്മതിക്കത്തില്ല. അത് രണ്ടും പാരസ്പര്യമാണ്. യേശു എന്നിൽ വസിക്കുന്നു, യേശു എൻ്റേതാണ് എന്ന് പറയാൻ വിശ്വാസിയും, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് യേശു അഭയമാണ്, അതുകൊണ്ട് യേശുവിൻ്റെ എല്ലാ ഒത്താശകളും ഉദവികളും എനിക്ക് ലഭിക്കാൻ അർഹതയുണ്ടെന്ന് വിശ്വാസി നിർബന്ധം പിടിക്കുമ്പോൾ, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവിൽ വസിക്കുന്നു. സഭകൾ പറയുന്നത് യേശു ഞങ്ങളുടെ ഉള്ളിലാണ്, ഞാൻ സഭയിൽ കൂടെ മാത്രമേ ലോകത്തിന് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞാൽ യേശു ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. പക്ഷെ ഞങ്ങൾ യേശുവിൻ്റെ ഉള്ളിൽ വസിക്കത്തില്ല, അദ്ദേഹം ആ കാര്യമൊക്കെ മറന്നേരെ എന്നതാണ് സഭകളുടെ നിലപാട്. ഇതൊന്നും വ്യക്തമായി മനസ്സിലാക്കാൻ വിശ്വാസികൾ കൂട്ടാക്കുന്നില്ല എന്നതുകൊണ്ട് ഇങ്ങനെയുള്ള അപഹാസ്യമായ അവസ്ഥകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് യേശു എന്തുകൊണ്ട് മരുഭൂമിയിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ, ലോകത്തിൻ്റെ പ്രവർത്തന രീതിയായ ഈ ഏകപക്ഷീയത, അതിൽ മാത്രം ഊന്നു നിൽക്കുന്ന വ്യവസ്ഥിതികൾ, മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും എന്താണെങ്കിലും, ആ മർമ്മത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അതൊന്ന് ആ ഒരു മർമ്മം പ്രവർത്തിക്കാത്ത അവസ്ഥയാണ് മരുഭൂമിയിൽ ഉള്ളത്. അതുകൊണ്ട് യേശുവിനെ സംബന്ധിച്ചിടത്തോളവും അത് ആത്മീയമായ ഒരു ആശ്വാസത്തിൻ്റെ ഉറവിടമാണ്. ഈ മണലാരണ്യം എന്നത് വളരെ സർഗാത്മകതയുള്ള അല്ലെങ്കിൽ ക്രിയാത്മകതയുള്ള പോസിറ്റീവായിട്ടുള്ളൊരവസ്ഥയാണത്. അതുകൊണ്ട് ആ മണലാരണ്യത്തിൽ സംഭവിച്ചത് ദൈവികമായ പാരസ്പര്യത എന്ത് എന്ന് കൃത്യമായി ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ഒരു വിടുതലിൻ്റെ അനുഭവമായി തീർന്നു എന്നത് യേശുവിൻ്റെ പിൽക്കാലത്തെ ആത്മീയ ദർശനത്തിൽ കൂടെയും അവൻ നിർവഹിച്ച ദൗത്യത്തിൽ കൂടെയും നമുക്ക് വളരെ സ്പഷ്ടമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതാണ് വാസ്തവത്തിൽ ക്രിസ്തീയ ആത്മീയ ദൗത്യത്തിൻ്റെ ലക്ഷ്യം തന്നെ. അതായത് ലോകത്തിൻ്റെ സ്വഭാവമായ ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്ന രീതിയിൽ നിന്ന് മനുഷ്യ സ്വഭാവത്തെ വിടുവിച്ച് പാരസ്പര്യതയുടെ നീതിയും സത്യവും ഉൾക്കൊള്ളുന്ന വിശാലത പ്രാപിക്കാൻ തക്കവണ്ണം മനുഷ്യനെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്ന പ്രക്രിയയുടെ പേരാണ് വിടുതൽ അല്ലെങ്കിൽ രക്ഷ എന്നുള്ളത്.
ആ അവസ്ഥയിലാകുന്നവർ രൂപാന്തരപ്പെടും, അവർ ക്രിസ്തുവിലായാൽ ഒരു പുതിയ സൃഷ്ടിയാകും എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വളരെ സത്യം തന്നെയാണ്. പക്ഷേ നാമധേയ ക്രിസ്ത്യാനികൾക്ക് ഈ ഒരു അവസ്ഥ പ്രാപിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടെന്നൊരു ബോധം പോലും ഉണ്ടാകാത്ത വിധത്തിലാണ് അവർ സംരക്ഷിക്കപ്പെടുന്നത് എന്നത് ദയവായി തിരിച്ചറിയണമേ. അപ്പോൾ അതുകൊണ്ട് we are trained from birth onwards to act and relate unilaterally. ഭവനത്തിൽ തൊട്ട് സഭയിൽ വരെ നമുക്ക് കിട്ടുന്ന എല്ലാ പരിശീലനങ്ങളും ഏകപക്ഷീയമായി മാത്രം ചിന്തിക്കുവാനും മറ്റുള്ളവരോട് ബന്ധം പ്രാപിപ്പാനും അവരെ കൈകാര്യം ചെയ്യാനും ഒക്കെയാണ്. അത് നമ്മുടെ സ്വഭാവത്തിൽ വരുത്തി വെക്കുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതാണ്. It corrodes our capacity for relationship, partnership, fellowship. ഇപ്പോൾ വിവാഹ ജീവിതമൊക്കെ തകർന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എല്ലാ വ്യക്തികളും ഏകപക്ഷീയമായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ബന്ധം നിലനിർന്നു പോകുന്നത്? കൂട്ടായ്മയിൽ പോലും ഏകപക്ഷീയമായിട്ട് ആളുകൾ വരുന്നത്, ഞായറാഴ്ച വരുന്ന അവർക്ക് വ്യക്തിപരമായി കിട്ടാവുന്ന അനുഗ്രഹങ്ങൾ അവിടെ നിന്ന് പ്രാപിച്ചു കൊണ്ടുപോകാം എന്ന താല്പര്യത്തിലാണ് വരുന്നത്. അതും വെറും ഏകപക്ഷീയതയാണ്. അത് ഫെലോഷിപ്പ് അല്ലെങ്കിൽ കൂട്ടായ്മ എന്ന് പറയുവാൻ യാതൊരു നിവൃത്തിയുമില്ല. എങ്കിലും ആ ഭാഷയെപ്പറ്റി നമുക്ക് ചിന്തയില്ലാത്തത് കൊണ്ട് നാം അതിനെ കൂട്ടായ്മ എന്ന് വിളിക്കുന്നു മാത്രമാണ്. അപ്പം അങ്ങനെ ആയിരിക്കുമ്പോൾ രണ്ട് സാധ്യതകൾ മാത്രമേ ഉള്ളൂ. ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം ഏകപക്ഷീയമായി മാത്രം പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഒരു കൂട്ടർ അടിമകളും മറ്റുള്ളവർ യജമാനന്മാരും ആയിരിക്കും. വിശ്വാസി അടിമയും പുരോഹിതൻ യജമാനനുമായിരിക്കും. അടിമയും യജമാനും തമ്മിലുള്ള ബന്ധമാണ് സഭയെ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മതത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏകപക്ഷീയമായി മാത്രം ദൈവത്തോട് പോലും ബന്ധം പുലർത്തുവാൻ നമ്മെ പരിശീലിപ്പിക്കുന്ന ഒരു എന്താണ് പറയുന്നത്, ഒരു നഴ്സറിയാണ്, ഒരു സ്കൂളാണ് ഈ സഭ അല്ലെങ്കിൽ മതം എന്നത് ദയവായി തിരിച്ചറിയേണ്ട ഒരാവശ്യം നമുക്കുണ്ട്. ദൈവത്തോട് ഏകപക്ഷീയമായി മാത്രമാണ് നാം ബന്ധം പുലർത്തുന്നത് എന്നത് നമ്മുടെ പ്രാർത്ഥന മാത്രമെന്ന് പരിഗണിച്ചാൽ നമുക്ക് മനസ്സിലാകും. പ്രാർത്ഥന ആരംഭിക്കുന്ന തൊട്ട് അവസാനം വരെ നമ്മൾ ദൈവത്തോട് പറഞ്ഞ് മനസ്സിലാക്കി ദൈവത്തെ മുട്ടിച്ച് ദൈവത്തെ നമ്മുടെ ഹിതത്തിനനുസരിച്ച് വളച്ചൊടിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അതിനിടയിൽ ഒരു അര സെക്കൻഡ് പോലും ഒന്ന് നിർത്തി ദൈവത്തിന് നമ്മളോട് വല്ലതും പറയാനുണ്ടോ എന്ന് ചെവി കൊടുക്കാനുള്ള യാതൊരു മനസ്സും സാവകാശവും ഇല്ലാത്ത വിധത്തിലാണ് നമ്മുടെ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാനാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്, പരിശീലിപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രാർത്ഥനയല്ല എന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആരും ഗവനിക്കാറില്ല. പ്രാർത്ഥന എന്നതോ ദൈവവും നാമുമായി പാരസ്പര്യം പാലിക്കുന്ന ഒരു അച്ചടക്കമായിരിക്കണം. നീ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് അപ്പം നിന്നെ കാണുന്നു, നിന്റെ അവസ്ഥ അറിയുന്നു, ദൈവത്തിൻ്റെ താല്പര്യവും കൂടെ നീ അറിയണം, അപ്രകാരം നീ പ്രാർത്ഥിക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത്. പക്ഷേ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അസാധുവാണ് എന്നത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം അതുകൊണ്ട് ദൈവവുമായി നാം പാരസ്പര്യതയിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ when we are in a state of mutuality with God, എന്ത് സംഭവിക്കുന്നു? ദൈവഹിതം ഈ ലോകത്തിൽ നിർവഹിക്കപ്പെടാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇണങ്ങുന്ന ആയുധങ്ങളായി, ഉപകരണങ്ങളായി നാം തീരുന്നു. We become instruments fit in the hands of God to translate the will of God into a contextually relevant reality. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ എന്ന് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാകാൻ ഇടയാകണം. ആ ഒരു തത്വത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. അപ്പൊ ഈ ഒരു വെളിച്ചത്തിൽ നാം വിശ്വാസത്തെ മനസ്സിലാകുമ്പോൾ ദൈവവുമായി പാരസ്പര്യത അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ നമ്മെ സഹായിക്കുന്ന മർമ്മത്തിൻ്റെ പേരാണ് വിശ്വാസം എന്നുള്ളത്. അല്ല ദൈവത്തിൽ നിന്ന് ഏതാനും അനുഗ്രഹങ്ങൾ പിടിച്ചു പറിക്കാനുള്ള ഒരു മന്ത്രമല്ല ഈ വിശ്വാസം എന്നത്. ദൈവവുമായി നാം പാരസ്പര്യതയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുൻപേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതാണ് പാരസ്പര്യതയുടെ പ്രവർത്തന രീതി. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ഇതിനപ്പുറമായിട്ടൊന്നും തേണ്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് യേശു വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നു.
അങ്ങനെ വരുമ്പോൾ നാം ഇതുവരെ അറിഞ്ഞതിൽ നിന്ന് മുൻപോട്ട് പോകേണ്ട ആവശ്യം വരും. ആ അവസ്ഥയിൽ അപ്രകാരമുള്ള ചുവടുവയ്പ്പുകൾ നടത്താനുള്ള ധൈര്യവും ഈ വിശ്വാസത്തിൽ അല്ലെങ്കിൽ വിശ്വാസം മുഖേനയാണ് നാം പ്രാപിക്കേണ്ടത് എന്ന വെളിപ്പെടുത്തലും സുവിശേഷത്തിലുണ്ട് എന്ന് ഇത്തരത്തിൽ ഞാൻ സൂചിപ്പിക്കട്ടെ. അപ്പം അതുകൊണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പാരമ്പര്യത്തെ അതുപോലെ അള്ളിപ്പിടിക്കുന്നത് പൈശാചികമായ മർമ്മമാണ്. അതേസമയം പൂർണ്ണതയെ അന്വേഷിച്ച് മനുഷ്യന് മുൻപോട്ടുള്ള യാത്രയാണ് ആത്മീയത. അതിനെ അവനെ സഹായിക്കുന്ന മർമ്മത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. എന്നാൽ പുതിയ പുതിയ കാര്യങ്ങൾ എന്തും പുതുമ കണ്ടുകൊണ്ടതിൻ്റെ പുറകെ പോകുന്നു. അത് റിലീജിയസ് ഫാഷനാണ്. അത് മാർക്കറ്റിൽ ഫാഷൻ മാറുന്നത് പോലെ അതിൻ്റെ ഫാഷൻ്റെ പുറകെ പോകുന്നതിൻ്റെ വില മാത്രമേ ഉള്ളൂ. ആത്മീയമായ യാതൊരു വിലയും അതിനില്ല. നമ്മുടെ ഇടയിലുള്ള ന്യൂ ഏജ് ചർച്ചസും അങ്ങനെയുള്ള പിന്നെ പുതിയ പെന്തക്കോസ് കലാപരിപാടികളും പിന്നെ മെയിൻ ലൈൻ ചർച്ചസിൻ്റെ കരിസ്മാറ്റിക് പരിപാടികളും ഒക്കെ ആ കൂട്ടത്തിലുള്ള വെറും നാടകങ്ങളാണ് എന്ന് ദയവായി മനസ്സിലാക്കുക. അനേകായിരങ്ങൾ വഞ്ചിക്കപ്പെടുന്നത് കൊണ്ട് ഞാൻ തരുണത്തിൽ അതൊന്ന് സ്പർശിച്ച് മാത്രം മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ട് യേശു മണലാരണ്യത്തിൽ പോയി 40 പകലും 40 രാവും ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോടുള്ള സംസർഗത്തിൽ അവനോടുള്ള പാരസ്പര്യതയിൽ കഴിഞ്ഞുകൂട്ടിയത് അതിനെ അനുകരിച്ച് നാം ഇപ്പോൾ നോമ്പ് ആചരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ വലിയ തമാശയാണ് വാസ്തവത്തിൽ. കാരണം യേശു അപ്രകാരമുള്ള അവസ്ഥയിൽ പ്രവേശിച്ചത് വലിയ വിപ്ലവാത്മകമായ ഒരു മാറ്റം തൻ്റെ വ്യക്തിത്വത്തിലും സ്വഭാവത്തിലും കാഴ്ചപ്പാടിലും ആർജിക്കാനാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത്രമാത്രം വിപ്ലവാത്മകമായ ഒരു ദൗത്യം നിർവഹിപ്പാൻ സ്വയത്തെ ഒന്ന് സജ്ജമാക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊരു ലക്ഷ്യവുമില്ല. എന്നാൽ നമ്മൾ നോമ്പ് ആചരിക്കും. കാരണം പള്ളി പറഞ്ഞു, അതുകൊണ്ട് നാം നോമ്പ് ആരംഭിക്കും. ഇത് വാസ്തവത്തിൽ ഒരു വികൃതിയാണ് എന്നല്ലാതെ എന്ത് പറയാൻ. സോ ഇറ്റ് ഈസ് അബ്സർഡ് ടു ഫാസ്റ്റ് ഓർ ഒബ്സർവ് ലെൻഡ് ഓൺലി ആസ് എൻ എക്സസൈസ് ഇൻ കൺഫോർമിറ്റി which needs no spiritual vision or strength. യേശു മണലാരണ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പോയത് അതുവരെ നിലവിലിരുന്ന വ്യവസ്ഥിതിയിൽ നിന്ന് വിപ്ലവാത്മകമായ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഒരു വ്യക്തി പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ അവന് വലിയ വലിയ ആത്മീയമായ താരെടുപ്പും ശക്തീകരണവും ആവശ്യമാണ് എന്നതുകൊണ്ടാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഈ നോമ്പ് ആചരിക്കുന്നത് ഇതുമായി യാതൊരു ബന്ധവുമില്ല. സഭ പറഞ്ഞു, അവിടെ നമ്മളത് ചെയ്തു, അങ്ങനെ നാം മുമ്പോട്ട് പോകുകയാണ്. അപ്പം അപ്രകാരം ഇതുവരെ ഇല്ലാത്ത അവസ്ഥ പ്രാപിക്കാൻ മുൻപോട്ട് പോകുന്ന അവസ്ഥയിലാണ് വിശ്വാസം പ്രവർത്തന സജ്ജമാകുന്നത് എന്ന് നമുക്കറിയാം. അബ്രഹാമിൻ്റെ അനുഭവത്തിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നീ കണ്ടിട്ടില്ലാത്ത ദേശത്തേക്ക് നീ പോകൂ എന്ന് പറയുന്ന ആ കൽപ്പന അനുഭവിക്കുന്നതിൽ കൂടെയാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ശിമോനോടും അവൻ്റെ സഹോദരൻ അന്ത്രയോസിനോടും പറയുന്നത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അവർക്ക് അറിയാൻ വയ്യാതെ വരുന്ന കാര്യത്തെ ഇന്നുവരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത, ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, പാരമ്പര്യം ഒരിക്കലും വരെ അറിയിച്ചിട്ട് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മുന്നേറുവാൻ അവർക്ക് ഉള്ളിൽ സാധ്യതയുള്ളത് കൊണ്ടാണ് അവർ യേശുവിൻ്റെ വാക്ക് കേട്ടത്. മറ്റാരും അപ്രകാരം വലയും വള്ളവും വിട്ടു പോകുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നാം അറിയാതെയുള്ള വെളിച്ചം പോലും തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ആ വിശ്വാസം ആവശ്യമാണ്. മത്തായി 5-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം ഭൂമിയുടെ ഉപ്പാണെന്നും ലോകത്തിൻ്റെ വെളിച്ചമാണെന്നും ഒക്കെ യേശു പറയുന്നു. അതുപോലും ഒന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് വിശ്വാസം ആവശ്യമാണ്. അപ്പോൾ വാസ്തവത്തിൽ യേശു നമ്മെ വിളിക്കുന്നത് പാരമ്പര്യത്തിൻ്റെ അടിമകളായി ജീവിക്കാൻ അല്ല, ഒരു പുതിയ ദർശനത്തിൽ പുതിയ സാധ്യതകൾ, ദൈവികമായ സാധ്യതകൾ വെളിപ്പെടുത്തി അപ്രകാരം ഈ ലോകത്തിൽ ദൈവഹിതം യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ മർമ്മത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും ഉള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീനെന്ന് പറയും. പക്ഷെ നാം ലെൻഡ് ആചരിക്കുന്നത് അനുരൂപരാകാൻ വേണ്ടിയാണ്, രൂപാന്തരപ്പെടാനല്ല എന്ന കാര്യം തിരിച്ചറിയുക. അതുകൊണ്ടാണ് നമ്മുടെ നോമ്പിന് യാതൊരു ജീവനുമില്ലാത്തത്. അതുകൊണ്ട് we need to fast in respect of our spiritual habitual dependence on the status quo. പാരമ്പര്യത്തെ
കണ്ണുമടച്ച് ആശ്രയിച്ചിരിക്കുന്ന ഈ അടിമത്തത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിനായിട്ടാണ് നാം യഥാർത്ഥത്തിൽ നോമ്പ് ആചരിക്കേണ്ടത്. പക്ഷെ അപ്രകാരമുള്ള നോമ്പിനെ ആരും തിരിച്ചറിയുന്നില്ല. സമയം കൈവിട്ടു പോകുന്നതുകൊണ്ട് ഞാൻ വായിച്ചു മാത്രം മുമ്പോട്ട് പോകട്ടെ. ജീസസ് ക്ലെയിംഡ് ദാറ്റ് റെവലേഷൻ ജീസസ് നെവർ ക്ലെയിംഡ് ദാറ്റ് റെവലേഷൻ സ്റ്റോപ്ഡ് വിത്ത് ഹിം. ഈ നോട്ട്സിൽ ഞാൻ ഒരു വാക്ക് വിട്ടുപോയി. ജീസസ് നെവർ ക്ലെയിംഡ് ദാറ്റ് റെവലേഷൻ സ്റ്റോപ്ഡ് വിത്ത് ഹിം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല സത്യത്തിലേക്ക് വഴിനടത്തും. അപ്പോൾ ഇനിയും നാം അറിയാനുള്ള സത്യങ്ങൾ ബാക്കി കിടപ്പുണ്ടെന്ന് യേശു വ്യക്തമായിട്ട് പറയുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് യേശു തന്നെ പറയുന്നത്. പക്ഷേ സഭ അത് മാത്രം സമ്മതിക്കത്തില്ല. സഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വെളിപ്പെടുത്തലും കഴിഞ്ഞു. മരിച്ചുപോയ ഒരു ദൈവത്തെ മാത്രമേ സഭയ്ക്ക് സാക്ഷീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ജീവനുള്ള ദൈവം തന്നെ തന്നെ നിരന്തരമായി വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. റെവലേഷൻ ക്യാൻ നെവർ സ്റ്റോപ്പ് സോ ലോങ് ആസ് ഗോഡ് ഈസ് അലൈവ്. ദ ഡെത്ത് ഓഫ് ഗോഡ് ഈസ് സിഗ്നിഫൈഡ് ബൈ ഐഡൽ. നാം ദൈവത്തെ കൊന്നിട്ടാണ് ദൈവത്തിൻ്റെ ബിംബം വെച്ച് ആരാധിക്കുന്നത്. ബിംബത്തിൽ കൂടെ പുതിയതായ ഒരു വെളിപ്പെടുത്തലും ഉണ്ടാകാൻ സാധ്യമല്ല. ഒരു ബിംബവും നിങ്ങൾ സൽഗുണപൂർണരാകണമെന്ന് പറയുകയുമില്ല. നിങ്ങൾ കഴിഞ്ഞ കാലത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണമെന്ന് മാത്രമേ ബിംബത്തിന് പറയാനൊക്കത്തുള്ളൂ. അത് ജീവന്റെയും പ്രകൃതിയുടെയും ചരിത്രത്തിൻ്റെയും മർമ്മത്തിന് ഘടകവിരുദ്ധമാണ്. അത് മനുഷ്യത്വത്തെ നശിപ്പിക്കുന്ന മർമ്മമാണ്. യേശുവിൻ്റെ ദർശനത്തോടും വ്യക്തിത്വത്തോടും യാതൊരു നീതിയും പാലിക്കാത്ത മർമ്മമാണ് എന്നത് ദയവായി ഈ ലെൻറ്റ് അല്ലെങ്കിൽ നോമ്പ് സംബന്ധമായ അനുഭവത്തിൽ കൂടെ നമുക്ക് തിരിച്ചറിയുവാൻ ഇടയാകട്ടെ. സോ the church's present is no more than an idol. ഒരു ദൈവത്തെ ബിംബമാക്കി മാത്രമേ സംഘടിത സഭകൾക്ക് അവർ നിശ്ചയിച്ചിരിക്കുന്ന ആരാധന ഇടങ്ങളിൽ ഒതുക്കി വെക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് യേശുവിൻ്റെ ദർശനത്തോട് വിദൂരമായ ബന്ധമുള്ളവരും തിരിച്ചറിയുന്നതാണ്. അതുകൊണ്ടെന്താണ് ഒന്നും സംഭവിക്കുന്നില്ല. 100 വർഷങ്ങൾക്ക് 200 വർഷങ്ങൾക്ക് 500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. നത്തിങ് ന്യൂ വിൽ എവർ എമർജ്. അതിൻ്റെ ഫലമായി നമ്മുടെ പ്രസക്തി എന്താണ്? വാട്ട് ഈസ് ആർ റെലവൻസ് ടു ദ വേൾഡ് ഇൻ വിച്ച് വി ആർ ലിവിങ്? നാം വസിക്കുന്ന ലോകത്തിൽ നാമായിട്ട് നമുക്ക് ബന്ധം എന്താണ്? നമ്മുടെ പ്രസക്തി എന്താണ്? വാട്ട് ഈസ് ആർ റെലവൻസ്? അപ്പം അതുകൊണ്ട് എല്ലാ സഭകളും ഈ എവറി ചർച്ച് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് അക്യൂട്ട് ഇറിലവൻസ്, എ ക്രൈസിസ് ഓഫ് റെലവൻസ്. പക്ഷെ അതിനോട് കണ്ണടച്ച് ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. പക്ഷേ യുവക്കന്മാരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളിതൊക്കെ മടുത്തു, ഇത് ഞങ്ങളുടെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അവരുടെ വഴിക്ക് പോവുകയാണ്. പക്ഷെ അതുപോലും കണ്ണു തുറന്നൊന്ന് കണ്ട് അതെന്ത് വിളിച്ചറിയിക്കുന്നു എന്ന് ചിന്തിക്കാൻ പോലും കൂട്ടാക്കാത്തൊരു സഭാ നേതൃത്വമാണ് ഈ കാലത്തുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി അനേക കാര്യങ്ങളിൽ ഉൾപ്പെടുത്തണമെങ്കിൽ എന്ന് വിചാരിച്ചുവെങ്കിലും സമയം പോയതുകൊണ്ട് ഞാൻ ഇത് ഉപസംഹരിക്കുകയാണ്. അപ്പോൾ ലെൻറ്റിൽ സാത്താനും പരിശുദ്ധാത്മാവും കൂടെ സഹകരിച്ചു എന്ന് പറയുമ്പോൾ അത് 2 വ്യത്യസ്തമായ താല്പര്യങ്ങളുടെ പരിശീലനങ്ങളുടെ സംഘർഷമാണ്. ഒന്ന്, പാരമ്പര്യത്തിൻ്റെ അടിമകളായി മാത്രം ജീവിക്കുക. അതിൻ്റെ ലെൻറ്റാണ് നാം ഇപ്പോൾ, അല്ലെങ്കിൽ നോമ്പാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്നത്. യേശു അറിഞ്ഞതും ആചരിച്ചതുമായ നോമ്പ് അതിൽ നിന്ന് ഘടകവിരുദ്ധമായി ദൈവത്തോടുള്ള പാരസ്പര്യത്തിൽ വ്യക്തികളായിത്തീരുമ്പോൾ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ ഉടലെടുക്കുന്ന ദൗത്യബോധം അത് ആജീവനാന്തം നിലനിർത്തുകയും ദൈവഹിതം ഈ ലോകത്തിൽ പൂർത്തീകരിച്ച് ആ സാഫല്യത്തിൻ്റെ സന്തോഷത്തിൽ ഈ ലോകത്തിൽ നിന്ന് യാത്ര പോവുകയും ചെയ്യുന്ന, വിട പറയുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്കായിത്തീരുന്ന ഒരു തയ്യാറെടുപ്പിൻ്റെ അവസ്ഥയാണ് ഈ നോമ്പ്. അങ്ങനെ ആയിരിക്കണം നോമ്പിനെ നാം മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രം അവസാനമായി സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ നമസ്കാരം.